നീ എന്തീ കാണിക്കുന്നേ? ലേലാനെ കാണുമ്പോ നിനക്ക് എന്ത് സംഭവിക്കുന്നേ? ആകെ മണ്ടത്തര കാണിച്ചു കൂട്ടാണല്ലോ. യു ആർ എംബാരസിങ് യുവർ സെൽഫ്. എനിക്ക് അവളെ ഇഷ്ടാടാ. ഏ നിനക്ക് ആ കുരിപ്പിനെ സ്നേഹിക്കാൻ കിട്ടിയല്ലോ. ലേലക്ക് എന്താ പ്രശ്നം? അവളെ നോക്ക്, എന്തൊരു സ്മാർട്ടാണ്, എന്ത് 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 സ്ട്രോങ് ആണ്, എന്ത് എന്ത് എന്തൊരു കഷ്ടമാണ്. ഓ വെയിറ്റ്, നീ അവളെ വളക്കാൻ നോക്കിയതാണോ ഈ കണ്ടതൊക്കെ? വളക്കാനായിരുന്നു നോക്കിയത്. അവളുടെ ഉള്ള ഇഷ്ടം കൂടി അവൾ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ട്രിപ്പിൽ കൂടെ വന്ന ആളായിട്ടെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതും പോയി കാണും. അത്രയും കയ്യിന്ന് പോയി. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പോകും. നല്ല അടി നാട്ടിൽ കിട്ടൂല ആശിക്ക്. ഇവിടുന്ന് അവളുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് പോണോ മണാലിയിൽ വന്നിട്ട്? നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യടാ, നീ എന്റെ ഫ്രണ്ടല്ലേ. ഇങ്ങനെയാണോ പറയുന്നത്? അല്ലെങ്കിലേ പേടിച്ചിട്ടോ. എന്ത് വന്നാലും ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പോവാ. ലേലക്ക് തണുക്കുന്നുണ്ടോ? ജാക്കറ്റ് ഇട്ടോ. ലേലക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടോ? അത് നീ തന്നെ വെച്ചോ, നിനക്കാണത് എന്നെക്കാൾ കൂടുതൽ ആവശ്യം. സാരല്ല ആശിക്ക്, നിന്റെ കൂടെ ഞങ്ങളുണ്ട്. ലേല എന്തെങ്കിലും വളയും. അയ്യേ, ഞാൻ ലേലയെ വളക്കാൻ നോക്കിയൊന്നല്ല. ഞാനൊരു നീ എക്സ്പ്ലെയിൻ ചെയ്ത് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അവളെ വളക്കാൻ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. സാറിന് പോട്ടവാ. അർജുൻ, താനെന്താ എന്റെ വൈഫിനെ വളക്കാൻ നോക്കാൻ? ഒരിക്കലല്ല ബ്രോ. ഞാൻ കളവ് പറയണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് അപ്പൊ ഞാൻ അറിയണ്ടായിരുന്നില്ല അമ്മ മാരീഡ് ആണെന്ന്. ഞാൻ ഒരിക്കൽ പോലും അവളുടെ അടുത്ത് മോശമായിട്ട് ഞാൻ ബിഹേവ് ചെയ്തിട്ടില്ല. അവളുടെ അടുത്ത് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ ബ്രോ വിചാരിക്കുന്ന പോലെയല്ല. എനിക്കതിങ്ങനെ മനസ്സിൽ വെച്ച് എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് ചാൻസ് ഇട്ടിപ്പം സംസാരിച്ചത്. ഞാനെന്നല്ല, അവളുടെ അടുത്ത് ആരും ഇഷ്ടം പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമാണ്. ആർക്കും അവളെ നിങ്ങളുടെ അടുത്തൊന്നും തട്ടിയെടുക്കാൻ പറ്റൂല. ബ്രോ പ്ലീസ് ട്രസ്റ്റ് മീ. ഒരിക്കൽ പോലും ഞാൻ അവളുടെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല. എൻ്റെ ബാക്കി എല്ലാ ഫ്രണ്ട്സിനെയും കെയർ ചെയ്യുന്ന പോലെ അവളുടെ അടുത്തും അവളോട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ബിഹേവ് ചെയ്യുന്ന പോലെ മാത്രമേ ബിഹേവ് ചെയ്തിട്ടുള്ളൂ. ഈ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തുന്നവരെ അമ്മ ഹാപ്പി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ തൻ്റെ അടുത്ത് ഇതുവരെ ഞാൻ റിയാക്ട് ചെയ്യാണ്ടിരുന്നു. ആശിക്കേ, ഇതാരാ നോക്ക്. कभी कभी मैं खुद से हूँ ये पूछता, मैं तेरे काबिल भी क्या? നോക്ക്, ഇതിട്ടിട്ട് പുറത്തൊന്നും പോയില്ല കേട്ടോ. നിങ്ങളെ ബോധി തീരാൻ കണ്ടില്ലേ? ഇപ്പൊ തന്നെ അയച്ചു വെക്കാൻ പറ്റൂല, ഫോട്ടോസ് ഒക്കെ എടുക്കണം. तुझे बेहतर मैं इंसान बन गया, थोड़ा थोड़ा
तुझसे सीखा ഇതിട്ടിട്ട് എവിടെ പോവാൻ വേണാലി ജസ്റ്റ് ഹോട്ടലിൽ താഴെ എന്നിട്ട് സൈഡിലേക്ക് ഇട് ഇപ്പുറത്തെ ഓക്കെ ആ അട്ടങ്ങി നിന്നാ പോരെ എല്ലാം കൂടി വലിച്ചു പറിച്ച് കളഞ്ഞാണ് കേട്ടോ. മാക്സിമം 10 മിനിറ്റ് കൂടി ഇങ്ങനെ നിൽക്കും. 10 മിനിറ്റ് നിൽക്കില്ല, 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കും. കാണുന്നവരൊക്കെ കണ്ടു, ഇപ്പം അയച്ചു വെക്കും. ഓ ഇതിപ്പോൾ അത് റെഡിയാക്കാൻ ഞങ്ങൾ വേക്ക് കിടക്കണ്ടല്ലോ. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാൽ അടങ്ങി ഒതുങ്ങി പെണ്ണിനെ പോലെ നിൽക്കണം. പെണ്ണിനെ പോലെ പിന്നെ ഞാൻ ആ മാഷാ അങ്ങനെയൊക്കെ ആ എടുക്ക് അങ്ങനെ തന്നെ ഒക്കെ അനങ്ങല്ലേ. ആരിത് എന്നെ കൊണ്ട് ഓരോ കോലം കെട്ടിക്കാൻ സൂപ്പർ ആയിട്ട്. താങ്ക് യു. ഇല്ല ബ്രോ, നമുക്ക് റിട്ടേൺ പ്ലാൻ ചെയ്യണ്ടേ? ഓ ആണോ? പിന്നെ പോണ്ടേ? ഇവിടെ തന്നെ കൂടാ. എന്റെ ക്യാഷ് ഒക്കെ തീർന്നു. നമുക്ക് പിന്നെ വരാം. അപ്പൊ ഇവരൊന്നും ഉണ്ടോ? നിങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നമുക്ക് എല്ലാരും കൂട്ടി പിന്നെ വരാം. നിങ്ങൾ ഉണ്ടാവില്ലേ? ആ അവരുണ്ടാവും. എല്ലാരും കൂട്ടി നമുക്ക് പിന്നെ വരാം. ഇനി ലേറ്റായ സീന അമ്മി പോവാം. ഇനി വരാം. നമുക്ക് നാളത്തേക്ക് ആക്കിയാലോ? നാളെ ഇറങ്ങാം. ഞാൻ ബുക്ക് ചെയ്യാം. Stop moving, baby. Babyയാ. മാഷാഅല്ലാഹ്, എന്ത് രസം നിന്റെ മുടി കാണാൻ. Did you just compliment me? Shut up. ചെയ്ത് നിൽക്കട്ടെ. അങ്ങോട്ട് നോക്ക്. ആമി, ഈ ലേലുണ്ടല്ലോ, ആരോട് ഒരു ഫീലിങ്സും ഇല്ലെന്ന് എത്ര ആക്ട് ചെയ്താലും നമ്മളടുത്ത് ഇവളുടെ അത്ര സോഫ്റ്റ് ആയിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും ചോദിക്കണമെന്നായിരിക്കും, ലേല ആരെ അടുപ്പിക്കാത്ത ലേലക്ക് അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. പെട്ടുപോയില്ലേ? അതൊന്നല്ല, നീ കാര്യം പറയും. നിങ്ങളുടെ സ്വഭാവം നല്ലതായോണ്ട്. ശരിക്കും അപ്പൊ ലേല അപ്രൂവ് ചെയ്ത ആൾക്കാരാ നമ്മള്. അവരെവിടെ അർജുൻ? അവരെ കാണുന്നില്ല. ഞാനും അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ ഓഫാ. എന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ ആഷിക്കിന്റെ കയ്യില. ആഷിക്ക് എന്ത് പറഞ്ഞാലും ഒരു ആഷിക്ക്. അവൻ ആരാ നിന്റെ? ആഷിക്ക് എന്റെ ഫ്രണ്ട്. അവൻ ആരാ? തനിക്കെന്താ? ഫ്രണ്ട് ആവാനല്ലല്ലോ അവൻ നിന്റെ അടുത്ത് വന്നത്. ഇവിടെ താൻ എന്തൊക്കെയാ പറയുന്നേ? ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഇപ്പൊ കുറെ മോഞ്ചു കൊണ്ട് അറിഞ്ഞിരിക്കും. എനിക്ക് വയറുവേദന എടുക്കുന്നത്. കണ്ടതൊക്കെ വലിച്ചു വരുത്തുന്ന അങ്ങനെ വയറുവേദന എടുക്കും. എനിക്ക് പീരിയഡ്സ് ആണ്. ഇഡിയറ്റ്. എന്നെ ഇഡിയറ്റ് എന്ന് വിളിച്ചാലുണ്ടല്ലോ, വിളിച്ചാ നീ എന്ത് ചെയ്യും? ഒന്നായിപ്പോയി. അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. മെഡിസിൻ ഒന്നുമില്ലേ? ടാബ്ലറ്റ് ഒന്നുമില്ലേ? ടാബ്ലറ്റ് ഉണ്ടോ? ഇല്ല. ഞാൻ വാങ്ങിട്ട് തരാം. ഇത് കഴിക്ക്. ഞാൻ ഫോൺ അവിടെ ഒരു ഷോപ്പിൽ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഫോണായ ഉടനെ നമുക്ക് അവരെ വിളിക്കാം. അവിടെ ഓക്കെയാ. അവളെ ഫുഡൊന്നും കഴിക്കാത്തോണ്ട് പെയിന് കൂടിയാലോ.